സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം സ്റ്റേജ് 3 PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ഡച്ച് ശക്തിയെക്കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? തന്നിരിക്കുന്നു. 1741 കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിലെ കോട്ടകൾ ശക്തിപ്പെടുത്തുന്നതിന് ഡച്ചുകാർ സഹായം ചെയ്തു. ഡച്ചുകാർ തദ്ദേശീയ ഭിഷങ്കരനായ ഇട്ടി അച്യുതന്റെ സഹായത്തോടെ ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കി. ഏതാണ് ശരി എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരി. 1920 തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ രൂപീകരിക്കുന്നതിൽ നേതൃപരമായ പങ്ക് വഹിച്ച വ്യക്തിയുടെ പേര് പറയുക. ഓപ്ഷൻ സി 3 മാത്രം, വേലിക്കുട്ടി അരയൻ. ഇനി പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത് കസ്തൂർബ ഗാന്ധിയും രാജഗോപാലാചാര്യയും ക്ഷേത്രപ്രവേശനത്തെ പിന്തുണച്ച് സജീവമായ പ്രൊപ്പഗണ്ട നടത്തി. പയ്യന്നൂരിൽ നിസ്സഹരണ പ്രസ്ഥാനം സംഘടിപ്പിക്കുന്നതിൽ കെ കേളപ്പൻ നേതൃപരമായ പങ്ക് വഹിച്ചു. വൈക്കം സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ ആയിരുന്നു. ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രം. മുഗൾ കാലഘട്ടത്തിലെ രാജാ തൊഡർമലിന്റെ ബന്ദോബസ്ത് എന്തിനെ സൂചിപ്പിക്കുന്നു? സപ്തി. ഓപ്ഷൻ ബി. 1717 മുഗൾ ചക്രവർത്തിയായ ഫാറൂഖ് ഷിയാറുടെ അടുക്കലേക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദൗത്യം നയിച്ച് ഒരു റോയൽ ഫിർമാൻ നേടുന്നതിൽ വിജയിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, ജോൺ സർമാൻ. 1919 ഇന്ത്യ ഗവൺമെന്റ് ആക്ട് വ്യക്തമായി നിർവചിച്ചത്? ഓപ്ഷൻ ഡി, കേന്ദ്ര പ്രവിശ്യ സർക്കാരുകളുടെ അധികാര പരിധി. മദ്രാസ് ലേബർ യൂണിയൻ സ്ഥാപിച്ചത് ആരാണ്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻസ്. എന്താണ് തേർഡ് എസ്റ്റേറ്റ് എന്ന സ്വാധീന ശക്തിയുള്ള ലഘു ലേഖ എഴുതിയത് ആരാണ്? അബ്ബേസിയസ്. 18ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സമൂഹം 3 എസ്റ്റേറ്റുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. ഡാഷ് എസ്റ്റേറ്റിലെ അംഗങ്ങൾ മാത്രമാണ് നികുതി അടച്ചിരുന്നത്. മൂന്നാമത്തേത്, ഗൾഫ് സ്ട്രീം താഴെ പറയുന്നവയിൽ ഏത് സമുദ്രത്തിലെ ഒരു ചൂടുള്ള സമുദ്രപ്രവാഹമാണ്? അറ്റ്ലാന്റിക്. താഴെ പറയുന്നവയിൽ ഏറ്റവും ചെറിയ സ്കെയിലിൽ വരച്ചിരിക്കുന്ന ഭൂപടങ്ങൾ ഏതാണ്? ഓപ്ഷൻ ഡി, അറ്റ്ലസുകൾ. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഉപദ്വീപീയ നദി? ഉപദ്വീപ് നദി. ഗോദാവരി. താഴെ പറയുന്നവയിൽ ഏതാണ് പുനരുപയോഗിക്കാവുന്ന ഊർജത്തിന്റെ ഒരു രൂപം അല്ലാത്തത്? ആണവോർജം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ്? ഗ്രേറ്റ് റാൻ ഓഫ് കച്ച്. സ്ഥിര വിലയിലുള്ള GDPയിലെ വർധനവ് എന്തിനെ പ്രതിഫലിപ്പിക്കുന്നു? ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ GDPയിലെ വർധനവ്. ഇനി പറയുന്നവയിൽ ഏതാണ് സർക്കാരിന്റെ അന്തർനിർമ്മിത സ്റ്റെബിലൈസർ നയത്തിന്റെ ഭാഗം അല്ലാത്തത്? വ്യക്തിഗത ആദായ നികുതി നിരക്കിലെ വർധനവ്. GDP ഡിഫ്ലേറ്റർ ഏത് അനുപാതത്തെയാണ് ചിത്രീകരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ്, നാമമാത്ര GDPയിൽ നിന്ന് യഥാർത്ഥ GDPയിലേക്ക്. വേതന തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇനി പറയുന്നവയിൽ ഏതാണ് ലക്ഷ്യമിടുന്നത്?
ഓപ്ഷൻ എ ആണ് MNREGA, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം. ഇനി പറയുന്നവയിൽ ഏതാണ് മൂലധന വിപണിയിലെ ഒരു ഉപകരണം? 10 വർഷത്തെ കാലാവധിയുള്ള ഒരു സർക്കാർ ബോണ്ട്. എക്സിക്യൂട്ടീവിന്മേലുള്ള നിയമനിർമ്മാണ നിയന്ത്രണത്തിനുള്ള പ്രധാന ഉപകരണങ്ങളായി പാർലമെന്ററി കമ്മിറ്റികളെ കണക്കാക്കുന്നത് എന്തുകൊണ്ടെന്ന് ഇനി പറയുന്നവയിൽ ഏതാണ് ഏറ്റവും നന്നായിട്ട് വിശദീകരിക്കുന്നത്? ഓപ്ഷൻ ബി, അവ ഭരണപരമായ നടപടികളുടെ വിശദമായ പരിശോധന സാധ്യമാക്കുന്നു. ഇന്ത്യൻ ഭരണ സംവിധാനത്തിന്റെ പശ്ചാത്തലത്തിൽ ജനറലിസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ എന്ന ആശയം പ്രാഥമികമായി ഇവയെ സൂചിപ്പിക്കുന്നു. ഓപ്ഷൻ സി, വൈവിധ്യമാർന്ന ഭരണപരമായ റോളുകൾ നിർവഹിക്കാൻ പരിശീലനം ലഭിച്ച സിവിൽ സർവീസുകൾ. ലോക്പാലും ലോകായുക്തയും സ്ഥാപിക്കുന്നതിനെ ഏറ്റവും നന്നായി ന്യായീകരിക്കുന്ന പ്രിൻസിപ്പൽ. ഓപ്ഷൻ സി, സ്ഥാപനപരമായ ഉത്തരവാദിത്തം. ജനാധിപത്യ പ്രവർത്തനത്തിന് രാഷ്ട്രീയ പാർട്ടികൾ അനിവാര്യമായി കണക്കാക്കുന്നത് എന്തുകൊണ്ട്? അവർ പൊതു താൽപര്യങ്ങൾ സമാഹരിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. മനുഷ്യാവകാശങ്ങളെ സാർവത്രികമെന്ന് വിശേഷിപ്പിക്കുന്നത് പ്രധാനമായും അവ എന്തായതിനാലാണ്? എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ബാധകമാണ്. ഏതു മതത്തിലെ സേവന ജാതിക്കാർ നേരിടുന്ന വിവേചനപരമായ അനുഭവങ്ങൾക്ക് മറുപടിയായിട്ടാണ് പൊയ്കയിൽ കുമാര ഗുരു PRDS സ്ഥാപിച്ചത്? ഹിന്ദു, ക്രിസ്ത്യൻ മതങ്ങൾ. താഴെ പറയുന്നവയിൽ ഏത് രാജ്യത്തിന്റെ അഭിലാഷ പദ്ധതിയായിരുന്നു OBOR? ചൈന. അണ്ണാ ഹസാരെ ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അഴിമതി വിരുദ്ധ പ്രസ്ഥാനം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളിൽ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവ എല്ലാം. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി, സാമൂഹ്യ വനവൽക്കരണം, സമൂഹ ആസ്തികളുടെ പരിപാലനം, പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. ഗോൾഡൻ ക്രസന്റ്, ഗോൾഡൻ ട്രയാങ്കിൾ എന്നിവ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? കറുപ്പ് ഉൽപാദനം. ഇവയിൽ താളിയിൽ താനം എന്നും അറിയപ്പെടുന്നത് ഏതാണ്? രേവതി പട്ടത്താനം. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ജീവചരിത്രം എഴുതപ്പെട്ടിട്ടുള്ളത് ഇവരിൽ ആരുടേതാണ്? ശ്രീനാരായണ ഗുരു. ആധുനിക ഒളിമ്പിക് പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങളെയും ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്ന ഒളിമ്പിക് പതാകയുടെ ആശയ രൂപീകരണവും രൂപവൽക്കരണവും ഏത് പ്രമുഖ വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഏറ്റെടുത്തത്? ഓപ്ഷൻ ബി, ബാരൺ പിയറി ഡി കുബർട്ടിൻ. ദുലീപ് ട്രോഫി ഇനി പറയുന്ന കായിക ഇനങ്ങളിൽ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്രിക്കറ്റ്. ഇനി പറയുന്ന പ്രസ്താവന പരിശോധിക്കുക. ഏഷ്യൻ ഹോക്കി ഫെഡറേഷൻ പുരുഷന്മാരുടെ ഹോക്കി ഏകകപ്പ് സംഘടിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നടത്തുന്ന ഒരു അന്താരാഷ്ട്ര ഹോക്കി ടൂർണമെന്റ് ആയിരുന്നു ഹോക്കി ചാമ്പ്യൻസ് ട്രോഫി. പ്രൊഫഷണൽ ഗോൾഫിൽ ഒരു പ്രധാന അന്താരാഷ്ട്ര ടൂർണമെന്റാണ് ഏഷ്യ കപ്പ്. ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി, 1ഉം 2ഉം മാത്രമാണ് ശരി. തപോമയുടെ അച്ഛൻ എന്ന നോവലിനെയും അതിന്റെ രചയിതാവിനെയും കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഈ സന്തോഷ് കുമാർ എഴുതിയ ഈ നോവലിൽ പ്രത്യക്ഷപ്പെടുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥിയായി ഗോപാൽ ബറുവയെ ചിത്രീകരിച്ചിരിക്കുന്നു. 2024 പ്രസിദ്ധീകരിച്ച ഈ നോവലിന് 2025 അഭിമാനകരമായ വയലാർ അവാർഡ് ലഭിച്ചു. മലയാളത്തിലെ പ്രമുഖ ഉത്തരാധുനിക എഴുത്തുകാരനായ ഈ സന്തോഷ് കുമാർ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയായ അന്ധകാരനാഴി ഉൾപ്പെടെ നിരവധി നോവലുകൾ രചിച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം.
ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉം മാത്രം. 2ഉം 3ഉം മാത്രം. ചരിത്രപരമായ മലയാള പ്രസിദ്ധീകരണമായ ജ്ഞാന നിക്ഷേപത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരി എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം മാത്രം. മുൻകാല ആനുകാലികങ്ങൾ കയ്യെഴുത്തും ലിത്തോഗ്രാഫും ഉപയോഗിച്ചിരുന്നെങ്കിലും ജ്ഞാന നിക്ഷേപം അച്ചടിക്കായി ചലിക്കുന്ന മലയാള തരങ്ങൾ ഉപയോഗിക്കുകയും സംഗതി വിവരങ്ങൾ എന്ന തലക്കെട്ടിലുള്ള ഉള്ളടക്ക പട്ടിക ഉൾപ്പെടെ ഒരു ഘടനാപരമായ പേജ് ലേഔട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. ആർച്ച് ഡീക്കൺ കോശിയുടെ ആദ്യകാല മലയാള നോവൽ രൂപമായ പുല്ലേലിക്കുഞ്ഞ് ജ്ഞാന നിക്ഷേപത്തിന്റെ കോളങ്ങളിൽ പരമ്പരയായി പ്രസിദ്ധീകരിച്ചു. ഉത്തരം ഓപ്ഷൻ സി 1, 3 മാത്രം. ശ്രീ ബുദ്ധചരിതം എന്ന സാഹിത്യകൃതിയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉം മാത്രം. കുമാരനാശാൻ വിവർത്തനം ചെയ്ത സർ എഡ്വിൻ ആർണോൾഡിന്റെ ദി ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന പ്രശസ്ത കൃതിയുടെ മലയാള പരിഭാഷയാണിത്. കിളിപ്പാട്ട് ശൈലിയിൽ രചിച്ച ഈ കൃതി 1915 ശാരദ ബുക്ക് ഡിപ്പോ പ്രസിദ്ധീകരിച്ചു. ഇനി പറയുന്ന സംഭവങ്ങൾ കാലക്രമത്തിൽ ക്രമീകരിക്കുക. തന്നിരിക്കുന്നു: ഈഴവ സ്മാരകം, പാളയം സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, വില്ലുവണ്ടി സമരം. ഉത്തരം ഓപ്ഷൻ ബി ആണ് 4, 1, 3, 2. ഇനി പറയുന്നവയിൽ ശാസ്താവിന ക്ഷേത്രമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കൊട്ടിയൂർ ക്ഷേത്രം. സൈബർ സ്റ്റോക്കിംഗ് എന്നാൽ ഇവയെയാണ് സൂചിപ്പിക്കുന്നത്. ഓപ്ഷൻ എ ഇന്റർനെറ്റ് വഴി ഭീഷണിപ്പെടുത്തുന്നതോ ഉപദ്രവിക്കുന്നതോ ആയ സന്ദേശങ്ങൾ അയക്കൽ. ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 3ഉം മാത്രം. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം സിസ്റ്റം സോഫ്റ്റ്വെയർ ആകുന്നു. യൂട്ടിലിറ്റി പ്രോഗ്രാമുകൾ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഭാഗമാണ്. ഇനി പറയുന്നവ പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി. മെയിൻ ലൈനം വേൾഡ് പ്രോസസ്സർ, പിവറ്റ് പട്ടിക സ്പ്രെഡ്ഷീറ്റ്, റിപ്പോർട്ട് ജനറേഷൻ ഡാറ്റാബേസ് പാക്കേജ്, സ്ലൈഡ് മാസ്റ്റർ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ. ഡാറ്റ നിലനിർത്താൻ ഏത് മെമ്മറിക്കാണ് ആനുകാലിക പുതുക്കൽ ആവശ്യമായിട്ടുള്ളത്? DRAM. വാദം: HTML പ്ലാറ്റ്ഫോം സ്വതന്ത്രമാണ്. കാരണം വെബ് ബ്രൗസർ ഉപയോഗിച്ച് ഏത് സിസ്റ്റത്തിലും HTML ഡോക്യുമെന്റുകൾ കാണുവാൻ കഴിയും. ഓപ്ഷൻ എ എയും ആറും ശരിയാണ്. കൂടാതെ ആർ എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. STIP 220 പ്രകാരം ശാസ്ത്ര വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 2ഉം മാത്രം. വിമർശനാത്മക ചിന്തയെയും അന്വേഷണാധിഷ്ഠിത പഠനത്തെയും നയം പ്രോത്സാഹിപ്പിക്കുന്നു. അന്തർവിജ്ഞാനീയ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്നു. ദുരന്ത നിവാരണത്തിൽ ISROയുടെ പങ്കിനെ കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പും കാലാവസ്ഥ പ്രവചനവും ഉപയോഗിക്കുന്നു. വെള്ളപ്പൊക്കം, വരൾച്ച, മണ്ണിടിച്ചിൽ വിലയിരുത്തൽ എന്നിവയ്ക്കുള്ള ഡാറ്റ ഭൂമി നിരീക്ഷണ ഉപഗ്രഹങ്ങൾ നൽകുന്നു. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യക്കുറവ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നവ ഏതാണ്? ഓപ്ഷൻ ബി ആവശ്യമായതും ലഭ്യമായതുമായ അടിസ്ഥാന സൗകര്യങ്ങൾ തമ്മിലുള്ള അന്തരം. ഗ്ലാസ്ഗോയിൽ നടന്ന COP26 ഇന്ത്യ പ്രഖ്യാപിച്ച കാലാവസ്ഥ നടപടിയിൽ ഇനി പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെട്ടിട്ടില്ലാത്തത്? ഓപ്ഷൻ എ 2050 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക. DRDO രൂപീകരണത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. ഇന്ത്യൻ സൈന്യത്തിന്റെ സാങ്കേതിക വികസന സ്ഥാപനങ്ങളെ ലയിപ്പിച്ചാണ് DRDO രൂപീകരിച്ചത്. DRDO ലയിപ്പിച്ച സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഡിഫൻസ് സയൻസ് ഓർഗനൈസേഷൻ. മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരം മാത്രമാണ് പറയുന്നത്. 51ാമത്തെ ചോദ്യം. ഉത്തരം
ഓപ്ഷൻ എ 52. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് 36. 53-ാമത്തെ ചോദ്യം. ഓപ്ഷൻ സി ലാഭമില്ല, നഷ്ടമില്ല. 54. ഓപ്ഷൻ ബി. 55-ാമത്തെ ചോദ്യം. ഓപ്ഷൻ ഡി 48. 56. ഓപ്ഷൻ എ ആണ് ഉത്തരമായി വരുന്നത്. 57-ാമത്തെ ചോദ്യം. ഓപ്ഷൻ സി ആണ്. 58-ാമത്തെ ചോദ്യം. ഓപ്ഷൻ ബി ആണ്. 59. ഓപ്ഷൻ ഡി. 60. ഓപ്ഷൻ ഡി. 61-ാമത്തെ ചോദ്യം. ഓപ്ഷൻ സി 9. 62. ഉത്തരം ഓപ്ഷൻ എ ആണ് 55. 63-ാമത്തെ ചോദ്യം. ഓപ്ഷൻ ഡി. 64-ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ. 65. ഓപ്ഷൻ സി. 66. ഓപ്ഷൻ സി. 67. ഓപ്ഷൻ എ. 68. ഓപ്ഷൻ എ. 69. ഓപ്ഷൻ ബി. 70. ഓപ്ഷൻ ഡി. 71 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് സെൻറ്റൻസ്. How efficiently the inspection team completed the verification? Exclamatory. Choose the correct option. The delegation traveled by dash air due to the urgency of the meeting. No article. Choose the correct verb form. Neither the training module nor the supplementary material dash available on the portal. Is. Choose the correct question tag. Let us reconsider the proposal. Shall we? Identify the correct sentence. Option B. The director had the assistant prepare the summary. Ravi dash tea every morning. Drinks. The plant shed its leaves. Identify the possessive pronoun. Its. Kirtana won't be late? Question mark. Use suitable question tag. Will she? Now we shall discuss dash our future prospects. No preposition. We are going to bake the bread. Change into passive voice. The bread is going to be baked. Pick out the antonym of the underlined word. The rules and regulations were strictly enforced. Strictly ആണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ ഡി lightly. Fill up using the appropriate word from the brackets. A dash of cattle lying under the tree. Head. Fill up the blank with the correct phrasal verb. The meeting was dash due to the manager's illness. Put off. Replace the word underlined with its synonym. Bobby's success was the result of perseverance. Option B. Persistence. Pick out the correct prefix to get the opposite of the word manage. Miss.
What is the meaning of bona fide? In good faith or genuine. What is the correct expansion of laser? Option B. Light amplification by stimulated emission of radiation. What is the one-word substitute for a person who believes in the doctrine of pleasure as the chief good of life? Hedonist. Choose the correctly spelled word. Option A. Which word means having a harmful effect? Pernicious. മലയാളം ചോദ്യങ്ങളാണ് അടുത്ത് വരുന്നത്. കാക്കദന്ത ഗവേഷണ ന്യായത്തിന് സമാനമായ പഴഞ്ചൊല്ല് ഏത്? ഓപ്ഷൻ ഡി. അങ്ങില്ല ലപ്പൊങ്ങിൻ്റെ വേര് കിളയ്ക്കാമോ? ചുവടെ നൽകിയവയിൽ ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ ഡി. 1, 3. കിണറ്റിനുള്ളിൽ വീണ പുലിയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. ഓരോ വിദ്യാർത്ഥികളും പുസ്തകങ്ങൾ വായിക്കണം. ഒരേ അർത്ഥം വരാത്ത പദക്കൂട്ടം ഏത്? ഓപ്ഷൻ എ. ധ്വജം, കൊടിമരം, പക്ഷി. ഹീസ് ഓൾഡ് ഫാഷൻഡ് എന്ന വാക്യത്തിന് ഏറ്റവും യോജിച്ച പരിഭാഷ. അയാൾ പഴഞ്ചനാണ്. ശരിയായി എഴുതിയ പദം ഏത്? ഭൂയിഷ്ടം. ചുവടെ ചേർത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് 2, 3. ഗതി പ്ലസ് അന്തരം ഗത്യന്തരം, ജഗത് പ്ലസ് നാഥൻ ജഗന്നാഥൻ. കിണറിൻ്റെ സമാന പദങ്ങൾ ഉൾക്കൊള്ളുന്ന ശരിയായ ജോഡി കൂപം, പ്രഹി. ചുവടെ പറയുന്നവയിൽ ശരിയായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏത്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ചുവടെ പറയുന്നവയിൽ ശരിയായ അടുത്ത ചോദ്യം. കലപ്പ് എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്ത പദം ഏത്? ഉബലം. അവസാനത്തെ ചോദ്യം. വിശ്വസ്ത സേവകൻ ഘടകപദങ്ങളാക്കുക. ഓപ്ഷൻ സി. വിശ്വസ്തനായ സേവകൻ. കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ആ ക്ലാസ്സിലൂടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.